Good morning. Good morning, ma'am. Okay, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലെ? അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തില്ലേ? ഓക്കെ, ജസ്റ്റ് എന്താണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ വരെയല്ലേ എത്തിയത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത്? ഓക്കെ, വായിച്ചിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? വായിച്ചു നോക്കിയിരുന്നോ? റെഡി ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണോ? നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാലോ. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നമ്മള് അക്രഡിറ്റേഷൻ എന്താണെന്നാണ് നമ്മൾ ആദ്യത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പൊ അക്രഡിറ്റേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞേ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാണ് കേട്ടോ. ഇസ് ദ എക്സ്റ്റേണൽ റെക്കഗ്നിഷൻ ഓഫ് യുവർ അഡ്ഹറൻസ് ടു എ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ടു പെർഫോം ആൻ ആക്ടിവിറ്റി ഓർ ഹോൾഡ് എ സർട്ടൻ സ്റ്റാറ്റസ്. ഒരു പ്രത്യേക പദവി നിലനിർത്തുന്നതിനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക എന്തെങ്കിലും ഒരു പ്രത്യേക ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നതിനോ വേണ്ടിയിട്ട് നമ്മൾ ഒരു കൂട്ടം മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി നമുക്ക് കിട്ടുന്ന ഒരു ബാഹ്യ അംഗീകാരമാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. നോർമലി അക്രഡിറ്റേഷൻ സാധാരണയായിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അക്രഡിറ്റേഷൻ നടത്താറുണ്ട് അല്ലെ? കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ കണ്ടിട്ടില്ലേ? ഇപ്പൊ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അക്രഡിറ്റേഷൻസ് കിട്ടുന്നത് നാക്കിനെയൊക്കെ അക്രഡിറ്റേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാവുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസും ഒക്കെയാണ് കൂടുതൽ അക്രഡിറ്റേഷൻസ്. അപ്പൊ അതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള അക്രഡിറ്റഡ് ബോഡീസ് ഉണ്ടാവും, അതിന്റെ പ്രത്യേകമായിട്ടുള്ള സ്കീമുകൾ ഉണ്ടാവും. അതിനനുസരിച്ചാണ് ഓരോ ഇൻഡസ്ട്രിയുടെ അനുസരിച്ചാണ് അവർക്ക് അംഗീകാരം ലഭിക്കുക. It can show that an organization subscribes to certain quality standard or adheres to a voluntary self-regulatory code. അതായത് ഇതിലൂടെ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാണ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുക? എന്തായിരിക്കും? അവർ ഒരു കൂട്ടം മാനദണ്ഡങ്ങൾ അല്ലെ, ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടം മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് അവർ പാലിക്കുന്നുണ്ട്. അവർ സ്വയം നിയന്ത്രിച്ച് അത് കൃത്യമായിട്ട് ഇംപ്രൂവ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തു പോകുന്നുണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ അല്ലേ ഇവിടെ വരെ? ഇനി നെക്സ്റ്റ് നമ്മള് ഹൗ ടു ചെക്ക് ഇന്റർനാഷണൽ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ. ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? നിങ്ങൾ കണ്ടോ, ഇതുപോലെയുള്ള എംബ്ലംസ് ഉണ്ടാവും, കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റൽ ഇപ്പൊ നാബിന്റെ ആണ് അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാണെങ്കിൽ നാബിന്റെ ഈ ഒരു എംബ്ലം ആയിരിക്കും അവരുടെ ഇപ്പൊ എല്ലാത്തിലും ഉണ്ടാവും. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവരുടെ വെബ്സൈറ്റുകളിൽ ഉണ്ടാവും, അവർ പ്രദർശിപ്പിക്കുന്ന അവരുടെ ബ്രോഷേഴ്സോ കാര്യങ്ങളോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ, അവിടെ ഈ ഒരു നാബിന്റെ ഈ ഒരു മാർക്ക് ഉണ്ടാവും, മാർക്ക് ഓഫ് എക്സലൻസ് അല്ലെങ്കിൽ ആ ഒരു അക്രഡിറ്റേഷൻ കിട്ടിയതിന്റെ ആ ഒരു എംബ്ലം ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ അത്? ഈ ഒരു സിമ്പിള് ഇങ്ങനെ ഏതെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടോ? അത് ഓരോ ISQAയുടെ ആണെങ്കിൽ അങ്ങനെ ഓരോന്നിന്റെ അത് എന്താണ്, അത് ഓരോ ഇൻഡസ്ട്രിക്ക് അനുസരിച്ച് ഏത് അക്രഡിറ്റഡ് ബോഡിയാണോ അവർക്ക് അക്രഡിറ്റേഷൻ കിട്ടുന്നത് ആ ഒരു എംബ്ലം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഇന്ന അക്രഡിറ്റേഷന്റെ കീഴിൽ അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാണ്, അക്രഡിറ്റഡ് ബോഡിയുടെ കീഴിൽ അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് സിനോണിംസ് ഫോർ അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള സിനോണിംസ്. എന്താ സിനോണിംസ്? നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ സിനോണിംസും അന്റോണിംസും പഠിച്ചിട്ടുണ്ടോ? ഇംഗ്ലീഷില് മലയാളത്തിലും ഉണ്ട് അല്ലെ? പര്യായങ്ങള് വിപരീത പദങ്ങള് പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പര്യായ പദങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ?
പര്യായങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ സിനോണിം എന്ന് പറഞ്ഞാൽ എന്താ, സെയിം മീനിങ് വരുന്നവ അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ടേമിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നവയാണ്. അതല്ലേ പര്യായം അല്ലെങ്കിൽ സിനോണിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ അക്രഡിറ്റേഷന് പകരമായി അല്ലെങ്കിൽ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അക്രഡിറ്റേഷന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പര്യായ പദങ്ങൾ അല്ലെങ്കിൽ സിനോണിംസ് ആണ് നമ്മൾ താഴെ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാ? ഓതറൈസേഷൻ. അക്രഡിറ്റേഷന് പകരം നമുക്ക് ഓതറൈസേഷൻ എന്ന ടേം യൂസ് ചെയ്യാം. എന്തായിരിക്കും? അംഗീകാരം നൽകുക, അത് തന്നെയാണ് അതിന്റെ അർത്ഥം വരും അല്ലെ. കമ്മീഷൻ ചെയ്യുക, അതും ഇതേ മീനിങ് തന്നെ വരുന്നതാണ്. ഡെലിഗേഷൻ എന്താ? പ്രതിനിധിത്വം അല്ലെങ്കിൽ അധികാരം ഏൽപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് അതിൽ വരുന്നത്. എംപവർമെന്റ് എന്താണ്? ശാക്തീകരണം. ലൈസൻസ് നമുക്കറിയാം, അക്രഡിറ്റേഷൻ പോലെ തന്നെയാണ് ലൈസൻസുകൾ കിട്ടുന്നത് അല്ലെ. സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് പാലിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അവർ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലൂടെയാണ് നമുക്ക് ലൈസൻസ് കിട്ടുക അല്ലെ. അപ്പൊ ഇത്തരത്തില് അക്രഡിറ്റേഷൻ എന്നൊരു പദത്തിന് പര്യായമായിട്ട് അല്ലെങ്കിൽ സിനോണിമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പദങ്ങളാണ്. ഇതിന്റെ ജസ്റ്റ് ആ ഒരു 5 പേരുകൾ മാത്രം, അവേർഡ്സ് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ചോദിക്കാറുണ്ട് അക്രഡിറ്റേഷന് സിനോണിംസ്, അക്രഡിറ്റേഷന് സിനോണിംസ് ഏതൊക്കെയാ? ഓതറൈസേഷൻ, ഇപ്പൊ തന്നെ അത് പഠിച്ചു പോണേ. ഓതറൈസേഷൻ, കമ്മീഷൻ, ഡെലിഗേഷൻ, എംപവർമെന്റ് ആൻഡ് ലൈസൻസ് കേട്ടോ. ഏതൊക്കെയാ? ഓതറൈസേഷൻ, കമ്മീഷൻ, ഡെലിഗേഷൻ, എംപവർമെന്റ് ആൻഡ് ലൈസൻസ് കേട്ടോ. ആ ഒരു 5 പേരുകളും ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. സിനോണിംസ് ചോദിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ. ഒരു അക്രഡിറ്റേഷൻ വഴി ഒരുപാട് പ്രയോജനങ്ങൾ നമ്മൾ ഓൾറെഡി ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. പേഷ്യൻസിന് കിട്ടുന്ന ബെനിഫിറ്റ്സ്, അതുപോലെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്കും കിട്ടുന്ന ബെനിഫിറ്റ്സ് ഇല്ലേ. അതെ, ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അല്ലെ. അതിലൂടെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ആ ഹോസ്പിറ്റലിനും അവിടുത്തെ എംപ്ലോയീസിനും എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട്. പേഷ്യൻസിന് പ്രത്യേകിച്ച് ഏറ്റവും വലിയ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് പേഷ്യൻസ് തന്നെ അല്ലെ. അപ്പൊ അത് നമുക്ക് പിന്നീട് ബെനിഫിറ്റ്സ് എന്താന്നുള്ളത് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് പഠിക്കാനുണ്ട്. ഇവിടെ ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ എന്തൊക്കെയാന്ന് നോക്കാം. There are several benefits to accreditation depending on the scheme. അപ്പൊ ഓരോ സ്കീം, ഇപ്പൊ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്കീം ഏതാണ് അതിനനുസരിച്ച് ഒരുപാട് ബെനിഫിറ്റ്സ് ആ സ്കീമിന്റെ ബേസിസിൽ നമുക്ക് ഹോസ്പിറ്റലുകൾക്കും പേഷ്യൻസിനൊക്കെ കിട്ടുന്നുണ്ട്. In general, it shows that the organization take their responsibility seriously. അല്ലെ. എനിക്കും ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാണെങ്കിൽ അവരവരുടെ റെസ്പോൺസിബിലിറ്റി സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നു എന്നല്ലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെ. ഒരു ഹോസ്പിറ്റൽ അംഗീകാരം കിട്ടിയെന്ന് വിചാരിക്കാം, അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? അവരവരുടെ റെസ്പോൺസിബിലിറ്റി വളരെ സീരിയസ് ആയിട്ട് തന്നെ ഗൗരവത്തോടു കൂടി തന്നെ ചെയ്യുന്നുണ്ട് എന്നല്ലേ മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെ. അവരത്ര സീരിയസ് ആയിട്ട് ഒരു പ്രവർത്തനങ്ങളും ചെയ്യുന്നില്ല, പേഷ്യൻസിന് നല്ല കെയർ കൊടുക്കുന്നില്ല, നല്ല സർവീസുകൾ കൊടുക്കുന്നില്ല എങ്കിൽ അവിടെ അംഗീകാരം കിട്ടുമോ? ഒരു അക്രഡിറ്റേഷൻ കിട്ടുമോ അവർക്ക്? കിട്ടുമോ? ഇല്ല. അപ്പൊ അതിലൂടെ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാണെങ്കിൽ അതെന്താണ് ആ ഓർഗനൈസേഷന്റെ കാണിക്കുന്നത്? അവര് അവിടുത്തെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവര് ഭംഗിയായി വളരെ സീരിയസ് ആയിട്ട് തന്നെ ചെയ്ത് പൂർത്തിയാക്കുന്നുണ്ട് എന്നല്ലേ അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നേ അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമ്പോ ഇത് പറഞ്ഞ പോലെ തന്നെ അവിടെ എന്താ, പുറത്തുള്ള നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു കോൺഫിഡൻസ് ഈ സ്ഥാപനത്തോട് കൂടി തോന്നാണ് അല്ലെ. ഒരു ക്രെഡിബിലിറ്റി, ഒരു വിശ്വാസം തോന്നാനായിട്ട് സഹായിക്കും. ശരിയല്ലേ? ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ പോകാനായിട്ട് നമുക്ക് ഇപ്പോ ബുദ്ധിമുട്ടുണ്ടോ? നമുക്കറിയാം അല്ലെ. അവിടെ എല്ലാ കാര്യങ്ങളും നല്ല ക്വാളിറ്റിയിലും സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്തുമായിരിക്കും ചെയ്യുന്നത് എന്നൊരു ബോധമുള്ളത് കൊണ്ട് തന്നെ ആ സ്ഥാപനത്തോടുള്ള വിശ്വാസവും ആ ഒരു ട്രസ്റ്റും എല്ലാം നമുക്ക് എപ്പോഴും ഉണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ this gives the confidence to external regulators and customers. ആരാണ് external regulators എന്ന് പറയുന്നത്? external regulators എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയുമായിട്ട് നമ്മുടെ ഇത്തരത്തിലുള്ള അക്രഡിറ്റഡ് ബോഡീസിനെ മോണിറ്റർ ചെയ്യുന്ന ആ ഒരു സ്ഥാപനത്തില് പുറമേ നിന്നുള്ള ഒരു എക്സ്റ്റേണൽ ഒരു സർക്കാർ സ്വതന്ത്ര ഏജൻസിയാണ് നമുക്ക് അക്രഡിറ്റേഷൻ കിട്ടുന്ന, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞ് ശരിയായ രീതിയിൽ അവർ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്ന ആ ഒരു എക്സ്റ്റേണൽ റെഗുലേറ്റേഴ്സിനായിക്കോട്ടെ കസ്റ്റമേഴ്സിനായിക്കോട്ടെ ശരിയായ രീതിയിൽ ഒരു കോൺഫിഡൻസ് ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് ഉണ്ടാകുന്നുണ്ട് അല്ലെ. അതിലൂടെ തന്നെ എന്തായിരിക്കും,
കോൺഫിഡൻസ് നമുക്കൊരു സ്ഥാപനത്തോടൊരു നമുക്കൊരു ഹോസ്പിറ്റലിനോടൊരു കോൺഫിഡൻസ് തോന്നാണ്, ഭയങ്കര വിശ്വാസം നമ്മളിൽ ആ ഒരു സ്ഥാപനത്തെ കുറിച്ച് ഉടലെടുക്കും. അങ്ങനെയാണെങ്കിൽ പിന്നീടുള്ള നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിനെ സമീപിക്കുള്ളൂ അല്ലേ? നിങ്ങളാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുള്ളൂ. അതെ, അപ്പൊ അതിലൂടെ സ്വാഭാവികമായിട്ടും അവരുടെ ബിസിനസ്സും വർദ്ധിക്കും അല്ലെ? It can lead to more business or more engagement അല്ലെ? കൂടുതൽ ബിസിനസ് അല്ലെങ്കിൽ കൂടുതൽ ആളുകളുടെ കസ്റ്റമേഴ്സിന്റെ ഇന്ററാക്ഷൻസും നമുക്ക് ഇതിലൂടെ വർദ്ധിപ്പിക്കാൻ പറ്റും. And can give customers or service users confidence in your standards and your ability to comply with the regulations and laws. എന്തായിരിക്കും ഇതിലൂടെയൊക്കെ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ സർവീസ് യൂസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്കും ഒക്കെ നമ്മൾ നല്ല സ്റ്റാൻഡേർഡ്, അതായത് ആ ഒരു സ്ഥാപനം നല്ല സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. അവര് എല്ലാ തരത്തിലും ഗവൺമെന്റ് പറയുന്ന എല്ലാ റെഗുലേഷൻസും ലോസ് ആൻഡ് റെഗുലേഷൻസ് നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്ന ഒരു ആത്മവിശ്വാസം കസ്റ്റമേഴ്സിൽ ഉണ്ടാക്കിയെടുക്കാനും അതിലൂടെ ആ ഒരു സ്ഥാപനത്തിന്റെ ബിസിനസ്സും അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ അവിടെ ഇന്ററാക്ട് ചെയ്യുന്ന ആ ഒരു എൻഗേജ്മെന്റും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പൊ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് കൊടുക്കുന്ന ഒന്നാണ്. അപ്പൊ അത് ഓരോ സ്കീമിനനുസരിച്ച് ബെനിഫിറ്റുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരുമെങ്കിൽ പോലും ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ആ ഓർഗനൈസേഷന്റെ ബിസിനസ് വർദ്ധിപ്പിക്കാനും ആളുകൾ കസ്റ്റമേഴ്സ് കൂടുതൽ എൻഗേജ്ഡ് ആയി വരാനും അതുപോലെ തന്നെ അവരുടെ മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ ഈ ഒരു അക്രഡിറ്റേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഇവിടെ വരെ ഓക്കെ ആണോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മള് അക്രഡിറ്റേഷൻ ബോഡീസ് ഓഫ് ഹോസ്പിറ്റൽ. ഇത്രയും പറഞ്ഞിട്ട് മിസ് ആ ഒരു പാരഗ്രാഫും കൂടി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്ന് വായിക്കാൻ സമയം തരാം കേട്ടോ. എല്ലാവർക്കും ടെക്സ്റ്റ് കിട്ടിയിരുന്നോ? ടെക്സ്റ്റ് കിട്ടിയിരുന്നോ? ടെക്സ്റ്റ് വാങ്ങാത്തവരുണ്ടോ? അല്ലെങ്കിൽ കയ്യിലില്ലാത്തവരുണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ ശരി. അപ്പൊ ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് വീട്ടിലിരുന്ന് വായിക്കണമെങ്കിലും ടെക്സ്റ്റ് ആവശ്യമാണല്ലോ. അപ്പൊ ഇങ്ങനെ ഇല്ലാത്തവരാണെങ്കിൽ അത് ഇത്രയും പെട്ടെന്ന് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടോ? ഓർഡർ കൊടുത്തിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ ഓരോ സ്ഥലത്തിനനുസരിച്ച് കുറച്ച് ഡിലേ ആവുന്നതായിരിക്കും കേട്ടോ. എല്ലായിടത്തേക്കും ഒരേ സമയത്ത് എത്തില്ലല്ലോ. അപ്പൊ അതിനനുസരിച്ച് കുറച്ച് ഡിലേ വരുന്നതായിരിക്കും. ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടും. ഇനി അത് ഒരുപാട് ദിവസമായിട്ടെങ്കിൽ നിങ്ങൾ ഓഫീസുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. PRS ഒക്കെ ഉണ്ടാവുമല്ലോ, അവരുമായിട്ടൊന്ന് ഒരുപാട് ഡിലേ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ അല്ലാതെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എത്തിക്കോളും കേട്ടോ. ഓക്കെ, അപ്പൊ അല്ലാതെ ടെക്സ്റ്റ് കിട്ടാത്തവരുണ്ടെങ്കിൽ മിസ് ഇവിടെ വായിക്കാൻ തരുന്ന സമയം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലെക്ചർ നോട്ട് പോലെ ഒന്ന് നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇന്ന ഭാഗങ്ങളാണ് നമ്മൾ കവർ ചെയ്യുന്നത്, അതിൽ ഇന്ന പോയിന്റ്സ് ഒക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി. ഇപ്പൊ ടെക്സ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയതായിട്ടൊരു ഫീലിംഗ് വരില്ലല്ലോ. അപ്പൊ അതും ടെക്സ്റ്റും ഈ ഒരു നോട്ടും കൂടി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ കിട്ടാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്യണേ. ദെൻ അടുത്തത് അക്രഡിറ്റേഷൻ ബോഡീസ് ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അക്രഡിറ്റേഷൻ ബോഡീസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയുന്നത്. The hospital accreditation approach is a concept and practice that yield beneficial result to patients, customers, hospital personnel, the hospital, the faculty of medicine, the society and the country as a whole. അപ്പോൾ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ആ ഒരു അക്രഡിറ്റേഷൻ, ഹോസ്പിറ്റലിന്റെ ഒരു അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം കിട്ടുക എന്ന രീതിയിലുള്ള ഒരു അപ്രോച്ച് അല്ലെങ്കിൽ സമീപനം എന്ന് പറയുന്നത് ഇസ് എ കോൺസെപ്റ്റ്. ഇതൊരു ആശയമാണ്, ഇതൊരു രീതിയാണ്. That yield beneficial result to patients. അല്ലെ, ആർക്കൊക്കെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ആർക്കൊക്കെ പ്രയോജനകരമായ ഒരു ഫലം ലഭിക്കുന്നുണ്ട്? പേഷ്യൻസിന് കിട്ടുന്നുണ്ട് അല്ലെ, കസ്റ്റമേഴ്സിന്, അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട്, ഹോസ്പിറ്റൽ ജീവനക്കാർക്ക് കിട്ടുന്നുണ്ട് ഇല്ലേ, ഹോസ്പിറ്റലിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മെഡിസിനിലെ ഫാക്കൽറ്റീസ്, മെഡിസിൻസ് പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസിന് ഇതുമായി ബന്ധപ്പെട്ട പ്രയോജനം കിട്ടുന്നുണ്ട്. അതുപോലെ സൊസൈറ്റിക്ക് കിട്ടുന്നുണ്ട് അല്ലെ, നമ്മുടെ സമൂഹത്തിന് പ്രയോജനം ഉണ്ടാവുന്നുണ്ട്. ആൻഡ് കൺട്രി ആസ് എ ഹോൾ, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനുടനീളം, അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സൊസൈറ്റിക്കും അവിടുത്തെ മെഡിസിൻസിനും ഫാക്കൽറ്റിക്കും ഹോസ്പിറ്റലിനും ഹോസ്പിറ്റലിലെ ജീവനക്കാർക്കും കസ്റ്റമേഴ്സിനും പേഷ്യൻസിനും അങ്ങനെ എല്ലാവർക്കും ഒരു പ്രയോജനകരമായ റിസൾട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ളൊരു ആശയവും രീതിയുമാണ് എന്തെന്ന് പറയുന്നത്
പറയുന്നത്? ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു അപ്രോച്ച് അല്ലെങ്കിൽ സമീപനം എന്ന് പറയുന്നത്. അപ്പൊ അതിലൂടെ ഇത്തരത്തിലുള്ള ഒരു അപ്രോച്ച് കൊണ്ടുവരുന്നതിലൂടെ ഈ പറയുന്ന എല്ലാവർക്കും എന്ത് കിട്ടുന്നുണ്ട്? ബെനിഫിറ്റ്സ് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ആശയവും രീതിയും കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സമീപനം തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഹിസ്റ്ററീസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടാ, നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ വരെ, അതായത് നമ്മുടെ ഫസ്റ്റ് നമ്മൾ എടുത്തു തുടങ്ങിയത് മുതൽ അക്രഡിറ്റേഷൻ ബോഡീസ് ഓഫ് ഹോസ്പിറ്റൽ വരെ ഒന്ന് വേഗം വായിച്ചു നോക്കി ഒന്ന് റിപ്ലൈ ചെയ്യണേ. അപ്പൊ ടെക്സ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ മിസ് ഇവിടെ ഒന്ന് പ്രസന്റ് ചെയ്തേക്കാം. അപ്പൊ അതൊന്ന് ഇതിലൊന്ന് നോക്കാം കേട്ടോ. ഇതില് അണ്ടർലൈൻ ചെയ്യേണ്ടത് ഓൾറെഡി മിസ് അക്രഡിറ്റേഷന് പറഞ്ഞില്ലായിരുന്നോ ഫസ്റ്റ് സെന്റൻസ്, അത് നോക്കണം. അതുപോലെ തന്നെ സിനോണിംസ് അത് ചോദിക്കാറുള്ളതാണ് കേട്ടോ. പിന്നെ ബെനിഫിറ്റ്സ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ബെനിഫിറ്റ്സ് ഇനി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ്സ് അത്യാവശ്യം നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചതുകൊണ്ട് അറിയാമായിരിക്കും അല്ലേ? ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്നുള്ളത് അറിയാമായിരിക്കും. ഇനി നമ്മൾ അല്ലാതെ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ബെനിഫിറ്റ്സ് ഓൾറെഡി പഠിക്കാൻ പോകുന്നുണ്ട് ഇതിൽ തന്നെ. അപ്പൊ അതിന്റെ ഒപ്പം നമുക്ക് പഠിച്ചിട്ട് പോവാം. ഇത് ബാക്കിയുള്ളതൊക്കെ ഒന്നും നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇതൊന്ന് പ്രസന്റ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് ഇട്ടേക്കാം. നമ്മൾ സിനോണിംസ് തുടങ്ങി നോക്കിയാൽ മതി. മറ്റത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തതാ. സിനോണിംസ് തുടങ്ങി എടുത്തിട്ടുണ്ടോ ഒന്ന് വേഗം വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? ശരി. സോ നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. കുറച്ച് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറച്ച് അക്രഡിറ്റേഷന്റെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. In 1917, the American College of Surgeons established a set of minimum standards for hospital. അപ്പൊ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായതല്ല അല്ലെ. ഒരു 1917 കുറെ വർഷങ്ങൾക്ക് മുൻപ് 1917 ആയപ്പോ അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് അവരെന്ത് ചെയ്തു? എസ്റ്റാബ്ലിഷ് എ സെറ്റ് ഓഫ് മിനിമം സ്റ്റാൻഡേർഡ് ഫോർ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽസിന് ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് സെറ്റ് ഓഫ് മിനിമം സ്റ്റാൻഡേർഡ്സ് വേണം. അതിന് വേണ്ടിയിട്ട് ഒരു മിനിമം ഒരു കൂട്ടം നിലവാരങ്ങൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ ആര് സെറ്റ് ചെയ്തു അല്ലെങ്കിൽ ആര് സ്ഥാപിക്കുകയുണ്ടായി? അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് സ്ഥാപിച്ചു. അത് ഏത് വർഷമാണ് ചോദിക്കാറുള്ളതാണ് കേട്ടോ. ആ ഒരു ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. 1917 1917 അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് ഹോസ്പിറ്റൽസിന് വേണ്ടിയിട്ട് ഒരു മിനിമം സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്തു? എസ്റ്റാബ്ലിഷ് ചെയ്തു, രൂപീകരിച്ചു. ഇനി in 1951 1951 ആയപ്പോ the American College of Surgeons joined with several other professional associations to form the Joint Commission on Accreditation of Hospital. അപ്പോ ആദ്യം ആര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് ആണ് 1917 ഹോസ്പിറ്റൽസിന് ഒരു മിനിമം സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് ക്ലിയർ ആയോ? ഇനി 1951 ആയപ്പോഴേ
ഈ അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസിന്റെ കൂടെ കുറച്ച് ആളുകൾ കൂടി ജോയിൻ ചെയ്തു. കുറച്ച് മറ്റ് പ്രൊഫഷണൽ ആയിട്ടുള്ള അസോസിയേഷൻസ് കൂടി ജോയിൻ ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്തത് എന്തായിട്ട് ഫോം ചെയ്തു? ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽ എന്നായി. മനസ്സിലാവുന്നോ? ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽ എന്നായി മാറി. JCI ആയിട്ടില്ല, JCIക്ക് മുൻപ്. ഇനി 30 years later, ഒരു 30 വർഷങ്ങൾക്ക് ശേഷം this voluntary accrediting body, ഇതൊരു സ്വതന്ത്ര അക്രഡിറ്റേഷൻ ബോഡിയാണ്, that changed its name. അവരുടെ പേര് അവരൊരു 30 വർഷം കഴിഞ്ഞപ്പോൾ ചേഞ്ച് ചെയ്യും. എന്താക്കി മാറ്റി? ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നാക്കി മാറ്റി. അപ്പൊ ആ ഒരു പേരിൽ എന്തെങ്കിലും വ്യത്യാസം വന്നോ? ആദ്യത്തെ പേരും രണ്ടാമത്തെ പേരും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം വന്നോ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? നോക്കിയൊന്ന്. എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? അവിടെ എന്താ വ്യത്യാസം? ഫസ്റ്റത്തേല് ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽ എന്നായിരുന്നു അല്ലെ? രണ്ടാമത് അവര് ചേഞ്ച് ചെയ്തപ്പോ എന്തായി? ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽ എന്നത് മാറ്റി ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നായി മാറി. അതാണ് അവിടുത്തെ വ്യത്യാസം വന്നത്. അതെന്തുകൊണ്ടായിരിക്കും ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാറ്റിയത്? എന്തുകൊണ്ടായിരിക്കും? അവിടുത്തെ സ്കോപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ആ ഒരു വിഭാഗം മാത്രമേ ഉൾപ്പെടുള്ളൂ, ശരിയല്ലേ? പക്ഷെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലുകൾ അല്ലാത്ത ഹെൽത്ത് കെയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ഉൾപ്പെടും അല്ലെ? To more accurately reflect its scope of health service evaluation. അപ്പൊ അവര് ചെയ്യുന്ന ആരോഗ്യ സേവനങ്ങളുമായി ബന്ധപ്പെട്ട വിലയിരുത്തലിന്റെ ആ ഒരു സ്കോപ്പ് അല്ലെങ്കിൽ വ്യാപ്തി കുറച്ചുകൂടി റിഫ്ലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള നെയിം എന്ന് പറയുന്നത് രണ്ടാമത് അവർ സ്വീകരിച്ച നെയിമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഹോസ്പിറ്റൽ എന്നൊരു ടേം മാറ്റിയിട്ട് 30 വർഷങ്ങൾക്ക് ശേഷം അവർ എന്ത് പേരാക്കി? ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നാക്കി മാറ്റി. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ JCIയുടെയും നാബിന്റെയും ഹിസ്റ്ററിയാണ് ജസ്റ്റ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇന്ന് കാണുന്ന JC എന്ന് പറയുന്നത് എന്തേ പെട്ടെന്നൊരു ദിവസം വന്നതാണോ? അല്ല അല്ലെ? അപ്പോ നെയിം മാറ്റിയത് 1951 ആ ഒരു നെയിം കൊടുത്തു. ഏത്? ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽ എന്ന് കൊടുത്തു. അതിനുശേഷം 30 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ആ പേര് എന്ത് ചെയ്യുന്നത്? ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഹിസ്റ്ററി ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിട്ട് പറയുന്നതാണ്. ഇതിൽ ഓൾറെഡി ചിലതിനെയൊക്കെ ഇനി നമ്മൾ നാബിന്റെ ഹിസ്റ്ററി ഒക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ കഴിഞ്ഞ ഡിപ്ലോമയിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. JCIയുടെ നമ്മൾ ഒരുപാടൊന്നും നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് JCIയുടെ നമ്മുടെ ഡിപ്ലോമയിൽ പഠിക്കുന്നില്ല അല്ലെ? JCI എന്താണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ്സ് പോലെയുള്ള കുറച്ച് കാര്യങ്ങളല്ലേ പഠിക്കുന്നുള്ളൂ. ഈ ഒരു ചാപ്റ്ററില് ഇവിടെ നമ്മൾ ഹിസ്റ്ററി ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അതിനുശേഷം പഠിച്ചിട്ടുള്ളൂ, ഇൻട്രൊഡക്ഷൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അതിനുശേഷം നമ്മൾ ഇനി ഈ കുറച്ച് ഭാഗങ്ങൾ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നാബിന്റെയും JCIയുടെ ഒക്കെ എക്സ്പാൻഡ് ചെയ്ത് തന്നെ അതിന്റെ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും ഈ ഒരു ചാപ്റ്ററിൽ നല്ലോണം ഡീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ പറയും. അപ്പൊ നിങ്ങൾക്ക് കൂടി മനസ്സിലാക്കിക്കോളും. അപ്പൊ ഇവിടെ ഇത്ര മാത്രം നിങ്ങൾ ഇതില് ഫസ്റ്റ് ആ ഒരു 1917 ആണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. അത് എപ്പോഴും ചോദിക്കാറുണ്ട്, ആ ഒരു വർഷം ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. 1970 the American College of Surgeons established a set of minimum standards for hospitals വേണ്ടി ഒരു സെറ്റ് ഓഫ് മിനിമം സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തത് അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് ആയിരുന്നു. അതിനുശേഷം 1951 ഈ അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസിന്റെ കൂടെ കുറച്ച് പ്രൊഫഷണൽ അസോസിയേഷൻസും കൂടി ജോയിൻ ചെയ്ത് എന്ത് ഫോം ചെയ്തു? ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽ എന്നായി മാറി. ഇനി അതിന്റെ ഒരു 30 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു വോളണ്ടറി അക്രഡിറ്റേഷൻ ബോഡി അവരുടെ നെയിം ചേഞ്ച് ചെയ്ത് ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നായി മാറി. To more accurately reflect the scope of health service evaluation, അവർ ചെയ്യുന്ന ആരോഗ്യ സേവനവുമായി ബന്ധപ്പെട്ട വിലയിരുത്തലിന്റെ വ്യാപ്തി കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ ആക്യുറേറ്റ് ആയിട്ട് തോന്നുന്ന രീതിയിലാണ് അവർ ആ ഒരു നെയിം ചേഞ്ച് ചെയ്തത്. ഓക്കെ അല്ലേ? ഈ 3 പോയിന്റ്സ് ക്ലിയർ അല്ലേ? ഇനി
അടുത്തത് നമ്മൾ നാബിന്റെയാണ് പറയുന്നത്. നാബിന്റെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ. നാബ് അക്രഡിറ്റേഷൻ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഏതാ? ഏത് വർഷത്തിലാണ് അത് വന്നത്, നിലവിൽ വന്നത്? ഡിപ്ലോമയിൽ പഠിച്ചിട്ടുള്ളതല്ലേ? ആണോ? 2020യോ 2020 അത് വന്നത്? 2006 2006 ഇത് സ്ഥാപിതമായത് ആസ് എ കോൺസ്റ്റന്റ് ഓഫ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെ, QCA-യുടെ കീഴിൽ അല്ലെങ്കിൽ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഒരു ഘടക ബോർഡായിട്ട് 2006 നാബ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ഥാപിതമാവുന്നത്. ആ വർഷം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ, 2006. അതുപോലെ തന്നെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ, അതിന് QCA-യുടെ എക്സ്പാൻഡ് ഫോമും ചോദിക്കാറുണ്ട്. ഏത് കോൺസ്റ്റിറ്റ്യൂന്റിന്റെ കീഴിലാണ്, അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷനിൽ, ഏത് ഗവൺമെന്റിന്റെ ഏത് സിസ്റ്റത്തിന്റെ കീഴിലാണ് നാബ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അത് ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. ദെൻ ഇതിന്റെ ഫസ്റ്റ് എഡീഷൻ സ്റ്റാൻഡേർഡ്, ഓൾറെഡി നമ്മൾ നാബുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും ഒക്കെ പഠിച്ചതല്ലേ? പഠിച്ചതാണോ? ഓർക്കുന്നുണ്ടോ? ഡിപ്ലോമയിൽ പഠിച്ചവരൊക്കെ മറന്നുപോയാണ്. അപ്പോ ഫസ്റ്റ് എഡീഷൻ ഓഫ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വാസ് റിലീസ്ഡ് ഇൻ 2006. അതിന്റെ ആദ്യത്തെ എഡീഷൻ 2006 അതിന്റെ ആദ്യത്തെ സ്റ്റാൻഡേർഡ് എഡീഷൻ 2006 എന്ത് ചെയ്യുന്നത്, റിലീസ് ചെയ്യുന്നത്. ഇനി ആഫ്റ്റർ ദാറ്റ് ദ സ്റ്റാൻഡേർഡ് ഹാസ് ബീൻ റിവൈസ്ഡ് എവറി 3 years ആണോ 4 years ആണോ? 3 ആണോ 4 ആണോ? ഉറപ്പിച്ച് പറഞ്ഞേ. നാബിന്റെ കാര്യമാണ് ചോദിക്കുന്നത് മിസ്. ഡിപ്ലോമയിൽ നിങ്ങൾ എത്ര വർഷമാണ് പഠിച്ചേ? 4 years അല്ലേ? 4 വർഷമല്ലേ പഠിച്ചത്? അപ്പൊ അവിടെ ഒന്ന് 4 ആക്കി, 4 വർഷം കേട്ടോ. 4 വർഷം, ഓരോ 4 വർഷം കൂടുമ്പോഴാണ് നാബിന്റെ സ്റ്റാൻഡേർഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിവൈസ് ചെയ്യുന്നത് കേട്ടോ. ഓരോ 4 വർഷം കൂടുമ്പോഴും നമ്മൾ നാബിന്റെ സ്റ്റാൻഡേർഡ്സ് റിവൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് മിസ്റ്റേക്കുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചിലതിന്റെയൊക്കെ ഡേറ്റ് ചെറുത് മാറിക്കിടക്കുന്നുണ്ട്. JCA-യുടെ നമുക്ക് അതിനെ പറയുമ്പോ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ എല്ലാം കൂടി കൺഫ്യൂഷൻ ആവണ്ട. ചിലർക്ക് ഓൾറെഡി തന്നെ 3, 4 ഒക്കെ ഓപ്ഷനുകളുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് മാത്രം ഒന്ന് പഠിച്ചിട്ട് JCA-യുടെ നമുക്ക് അത് പറയുമ്പോ മിസ് പറയും കേട്ടോ. അപ്പൊ നോക്കിയേ, നാബിന്റെ 4 വർഷമാണെന്ന് അറിയാലോ. നാബിന്റെ 4 വർഷം നിങ്ങൾ ഡിപ്ലോമയിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. നാബിന്റെ 4 വർഷം കൂടുമ്പോഴാണ് സ്റ്റാൻഡേർഡ്സ് റിവൈസ് ചെയ്യുന്നത്. നിലവില് നമ്മൾ പഠിച്ചിട്ടുള്ളത് 5th എഡീഷൻ ഓഫ് നാബ് സ്റ്റാൻഡേർഡ്സ് എന്നാണ്. അത് എന്നാ റിലീസ് ചെയ്തത് ഓർക്കുന്നോ? എന്നാണ് അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? ഓഗസ്റ്റ് ആണോ നിങ്ങൾ പഠിച്ചേ? ഏപ്രിൽ അല്ലേ? ഏപ്രിൽ അതാണോ ഇത് 2020 എന്ന് പറഞ്ഞതാണ് നേരം ആണോ? ഓക്കെ. അപ്പൊ ഓഗസ്റ്റ് അല്ല, ഏപ്രിൽ ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് തിരിച്ചേക്കണേ. ഏപ്രിൽ 2020 ആണ്. ഇപ്പൊ യൂസ് ചെയ്യുന്നത് പക്ഷേ 5th എഡീഷൻ ആണോ? ആണോ? ഇപ്പൊ യൂസ് ചെയ്യുന്നത് 5th എഡീഷൻ ആണോ? ആയിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. 2020-ല് 5th എഡീഷൻ വന്നു. 4 വർഷം കൂടുമ്പോൾ റിവൈസ് ചെയ്യുന്നത്. അതെ, 6th എഡീഷൻ ആണ് ഇപ്പോ നിലവിലെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബിൽഡ് ചെയ്ത സമയത്ത്, നിർമ്മിച്ച സമയത്ത് 5th എഡീഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. 6th എഡീഷൻ ആണ് നിലവിൽ യൂസ് ചെയ്യുന്നത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പൊ 6th എഡീഷൻ ആണ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരുന്നാൽ മതി. 6th എഡീഷൻ ആണ് നമ്മളിപ്പോ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രം. In addition to hospital, the body evaluated long-term care facilities like that. അപ്പൊ ഇത്തരത്തിലൊരു ഹോസ്പിറ്റൽ മാത്രമല്ല, ഇത്തരത്തിൽ JCA ആണെങ്കിലും നാബ് ആണെങ്കിലും അക്രഡിറ്റേഷൻ നടത്തുന്നത് അല്ലെ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും അത്തരത്തിലുള്ള ഓർഗനൈസേഷൻസും എന്നാ പറഞ്ഞത്. അപ്പൊ അതുപോലെ ഹോസ്പിറ്റൽ മാത്രമല്ല, അല്ലാതെ ലോങ് ടേം കെയർ കൊടുക്കുന്ന മറ്റ് ഫെസിലിറ്റി ഒക്കെ ഈ ബോഡീസ് എന്ത് ചെയ്യാറുണ്ട്, ഇവാലുവേഷൻസ് നടത്തി അക്രഡിറ്റേഷൻ നൽകാറുണ്ട്. ഹോം ഹെൽത്ത് ഏജൻസികൾക്ക് നൽകാറുണ്ട് ഇല്ലേ. ഹോം ഹെൽത്ത് ഏജൻസി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഹോം വൈസ് ആയിട്ട് നമ്മള് കെയർ ഹോമുകള്, നഴ്സിംഗ് ഹോമുകള്, ഫിസിയോതെറാപ്പി, ഹോം ബേസ്ഡ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പികളൊക്കെ കൊടുക്കുന്ന സെന്റേഴ്സ് ഇല്ലേ? ഇല്ലേ? അത്തരത്തിലുള്ള ഏജൻസികളില്ലേ? അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് അക്രഡിറ്റേഷൻ നൽകാറുണ്ട്. അതൊക്കെ അവരുടെ സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നതിനനുസരിച്ചാണ് കേട്ടോ. ഹോസ്പൈസസ് എന്താ, പാലിയേറ്റീവ് കെയറുകൾ പോലെയുള്ള സ്ഥാപനങ്ങൾ കൊടുക്കാറുണ്ട്.
ഫാർമസികൾക്ക് കൊടുക്കുന്നുണ്ട്, മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻ ഇത്തരത്തില് മാനേജ്മെന്റ് അല്ലെങ്കിൽ എന്താണ് കെയർ കൊടുക്കുന്ന മറ്റ് മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻസിന് കൊടുക്കുന്നുണ്ട്, ഹെൽത്ത് കെയർ നെറ്റ്വർക്ക് ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട മറ്റ് നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ ശൃംഖലകള്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ലോങ് ടേം കെയർ ഫെസിലിറ്റി കൊടുക്കുന്ന ഓർഗനൈസേഷൻസിനും മറ്റ് നെറ്റ്വർക്സിനും ഫാർമസി, ഹോസ്പൈസ്, ഹെൽത്ത് കെയർ ഏജൻസികള് അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ അക്രഡിറ്റേഷൻ ഹോസ്പിറ്റലിന് പുറമെ ഇവർ കൊടുക്കുന്നുണ്ട്. അത് പക്ഷേ അവർ നൽകുന്ന ആ സർവീസുകളുടെ ക്വാളിറ്റിയും സ്റ്റാൻഡേർഡ്സും കീപ്പ് ചെയ്യുന്നുണ്ടോ, ഇതിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ടായിരിക്കും അവിടെ എന്ത് ചെയ്യുക, ആ ഒരു അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ടും നിങ്ങൾ നോക്കേണ്ട 2 പോയിന്റ്സ് ആണ്. എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്, പതിവാഴ്ച ചോദിച്ചാണല്ലോ. ഫസ്റ്റ് സെന്റൻസ് അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ. 1970 അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് ഒരു സെറ്റ് ഓഫ് മിനിമം സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു ഹോസ്പിറ്റലിന് വേണ്ടി എന്നുള്ളത്. പിന്നെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നാവ് അക്രഡിറ്റേഷൻ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ചോദിക്കാറുണ്ട്. ഏത് ആസ് എ കോൺസ്റ്റന്റ് ബോർഡ് ഓഫ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്, ക്യൂസിയുടെ കീഴിലാണ്. ക്യൂസിയുടെ എക്സ്പാൻഡ് ഫോമും ഷോർട്ട് ഫോമും പഠിച്ചു വെച്ചേക്കാം. അത് ആ ഒരു സെന്റൻസ് അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ, ചോദിക്കാറുണ്ട്. അതുപോലെ റിവൈസ് ചെയ്യുന്നത് 4 ഇയേഴ്സിലാണ്. നാവിന്റെ സ്റ്റാൻഡേർഡ്സ് റിവൈസ് ചെയ്യുന്നത് 4 ഇയേഴ്സിലാണെന്നും പഠിച്ചു വെച്ചേക്കാം. ബാക്കിയൊക്കെ നിങ്ങളൊന്ന് വായിച്ചു വെച്ചാൽ മതി. പിന്നെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ എന്തെങ്കിലും ചോദിച്ചു കണ്ടിരിക്കുന്നത് ഹോസ്പിറ്റൽസിന് അഡീഷൻ ആയിട്ട് മറ്റെന്തൊക്കെ ലോങ് ടേം കെയർ ഫെസിലിറ്റീസിനാണ് ഈ ബോഡീസ് ഇവാലുവേഷൻ നടത്തി അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അപ്പൊ അതില് ഇൻക്ലൂഡഡ് ആയത് ഏത്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഓൾ ഓഫ് ദ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ സാധാരണയായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് കണ്ടിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മിസ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വേഗം വായിച്ചു നോക്കിയാൽ ഭാഗം, അതിനുശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ടെക്സ്റ്റ് ഇല്ലാത്തവര് സ്ക്രീനിൽ നോക്കി ഒന്ന് വേഗം വായിക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറയുന്നത് നോട്ട് ചെയ്ത് വെക്കണേ, പിന്നീട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മിസ്സായി പോകും. ടെക്സ്റ്റ് ഒക്കെ കിട്ടുന്ന സമയത്ത് അത് അണ്ടർലൈൻ ചെയ്തിടാനൊക്കെ മിസ്സായി പോകും കേട്ടോ. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? നിങ്ങൾ ഓൾറെഡി ഡിപ്ലോമയിൽ പഠിച്ച കാര്യങ്ങളായതുകൊണ്ടാണ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ച് ഇതാക്കണ്ടല്ലോ. വെറുതെ നമ്മൾ എന്തിനാ ഒരുപാട് സമയം കളയാൻ. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ബേസ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ലാത്തതാണ്. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ. കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാലോ. നെക്സ്റ്റ്, ഡ്രൈവിംഗ് ഫാക്ടേഴ്സ് ഫോർ അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷന് പിന്നിൽ അല്ലെങ്കിൽ അക്രഡിറ്റേഷനെ പ്രേരിപ്പിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. അത്തരത്തിൽ അക്രഡിറ്റേഷനെ പ്രേരിപ്പിക്കുന്ന കുറച്ച് ഡ്രൈവിംഗ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ജസ്റ്റ് ഇതിൽ നിങ്ങൾക്ക് പേരുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ പേരുകൾ മാത്രം പഠിച്ചാലും മതി. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണമല്ലോ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പഠിച്ചിട്ടില്ലേ? ഇത് പഠിച്ചിട്ടില്ലേ? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പഠിച്ചിട്ടില്ലേ? പഠിച്ചോ? ഓർക്കുന്നുണ്ടോ? CPA ആക്ട് അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പഠിച്ചിട്ടില്ലേ? എന്താണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമം അല്ലെ? എന്താണ് ഇതില്? എന്തിനു വേണ്ടിയിട്ടാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം? എന്തിനു വേണ്ടിയിട്ടാ? എന്താണ് പഠിച്ചതൊക്കെ ഒന്ന് കൊടുത്തിട്ടേ. കൺസ്യൂമറിനെ പ്രൊട്ടക്ട് ചെയ്യാം. എന്താണ്? ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ്. ശരിയല്ലേ? അതിന്റെ പ്രത്യേകത എന്തായിരിക്കും? എന്താണ്? ഒരു ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. അത് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതായത് നമ്മളൊരു
ഒരു പ്രൊഡക്റ്റ് ആവാം, ഒരു സർവീസ് ആവാം. നമ്മളൊരു പ്രതിഫലം അല്ലെങ്കിൽ ഒരു പേയ്മെന്റ് നൽകി നമ്മളത് വാങ്ങുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിലോ സർവീസിലോ എന്ത് പോരായ്മകൾ ഉണ്ടെങ്കിലും നമുക്ക് ഈ നിയമത്തിന്റെ കീഴിൽ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ആ ഒരു നിയമത്തിന്റെ കീഴിലുള്ള ആ ഒരു സംരക്ഷണം നമുക്ക് ലഭിക്കും, അല്ലെ? ലഭിക്കോ? അതെ. അപ്പൊ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. അപ്പൊ നമ്മൾ മേടിക്കുന്ന, നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്ന ഏതൊരു പ്രൊഡക്റ്റോ സർവീസോ എന്തോ ആയിക്കോട്ടെ, അതിലെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് മോണിറ്ററി പരമായിട്ടുള്ള കോമ്പൻസേഷൻസ് ലഭ്യമാക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വഴി ലഭിക്കുന്നത്, അല്ലെ? ജസ്റ്റ് നിങ്ങളതൊന്ന് റിവൈൻഡ് ചെയ്തെടുത്താൽ മതി. ഇതിൽ എന്താണെന്നൊന്നും ചോദിക്കുന്നില്ല. ആ ഡ്രൈവിംഗ് ഫാക്ടേഴ്സ് ഏതാന്ന് മാത്രമേ ചോദിക്കുള്ളൂ കേട്ടോ. അപ്പൊ ആ പോയിന്റ്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതിൽ 1-2 എക്സ്പാൻഡ് ഫോം ഉണ്ട്, അത് മിസ് പറഞ്ഞുതരാം. അത് മാത്രമേ ചോദിക്കുള്ളൂ. പക്ഷെ എന്നാലും നമ്മളതൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടേ, ഇതിന്റെ ടേം ആണ്. ഇത് ഓൾറെഡി പഠിച്ചുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞത്. അപ്പൊ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇത്ര മാത്രമേ ഉള്ളൂ. കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്താക്കളെ എന്താണ് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, അവരുടെ ഇതായിട്ടുള്ള എല്ലാ അവരുടെ താല്പര്യങ്ങളും ഇൻട്രസ്റ്റുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ കൺസ്യൂമേഴ്സിനുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു പ്രൊഡക്റ്റോ സർവീസോ നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്ന ആ ഒരു സർവീസിനോ പ്രൊഡക്റ്റിനോ എന്ത് പോരായ്മകൾ ഉണ്ടെങ്കിലും അതിന് നമുക്ക് ഈ ഒരു നിയമം സംരക്ഷണം തരുന്നുണ്ട്. അതിനനുസരിച്ച് നമുക്ക് കോമ്പൻസേഷൻസ് ലഭ്യമാക്കി കിട്ടുന്നുണ്ട്, അല്ലെ? അപ്പൊ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഇതിനെന്താ ഒരു കണക്ഷൻ ഉള്ളത്? എന്തായാലും അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഇതിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഇത് ഇവിടെ പഠിക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലെ? എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? എന്തായിരിക്കും? ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ മേഖലയുമായി ബന്ധപ്പെട്ട് കസ്റ്റമേഴ്സ് ഉണ്ട്, അല്ലെ? അതാരാ? പേഷ്യൻസ് തന്നെയാണ് പ്രധാനപ്പെട്ട ആളുകൾ, അല്ലെ? അപ്പോ അത്തരത്തില് പേഷ്യൻസുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഇപ്പൊ ഒരു പ്രൊഡക്റ്റ്, ഇപ്പൊ ഹോസ്പിറ്റൽ ആവുന്ന ഒരു സർവീസ് ആണ് നമുക്ക് തരുന്നത്, അല്ലെ? അപ്പൊ ആ സർവീസിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എല്ലാം ആര് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്? ആ സ്ഥാപനം കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെ? നമ്മൾ പേയ്മെന്റ് കൊടുത്തൊരു സർവീസ് വാങ്ങുമ്പോ അല്ലെങ്കിൽ സർവീസ് ലഭ്യമാക്കുമ്പോ അത് നമുക്ക് പോരായ്മകളില്ലാതെ നല്ല സ്റ്റാൻഡേർഡ്സോട് കൂടി നല്ല ക്വാളിറ്റിയോടെ കിട്ടണം. ഇല്ല എങ്കിൽ നമുക്ക് ഈ ഒരു നിയമത്തിന് കീഴിൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ നിയമം അതനുസരിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? കോമ്പൻസേഷൻസും കാര്യങ്ങളും ഈ നിയമത്തിന് കീഴിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലഭ്യമാക്കാൻ പറ്റും, അല്ലെ? ആണോ? ആണോ? മനസ്സിലായോ? അപ്പൊ ആ ഒരു നിയമത്തിന് കീഴിൽ, അപ്പൊ ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന ആ ഒരു നിയമവും അക്രഡിറ്റേഷനുമായി എന്താണ്? കണക്റ്റഡ് ആണ്. അത്തരത്തിലുള്ള ഒരു സ്ഥാപനം കൺസ്യൂമറിന്റെ ആ ഒരു അവകാശങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും അവർ അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാണ് എങ്കിൽ അവർ സ്വാഭാവികമായിട്ടും അത് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ക്ലിയർ ആണോ ഹസ്ബൻ? ഹസ്ബൻ ക്ലിയർ ആണോ? രണ്ടാമത്തത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. എന്തായിരിക്കും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്? ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്തായിരിക്കും? നമ്മുടെ ഇത്തരത്തിലുള്ള ചികിത്സാപരമായ സ്ഥാപനങ്ങളും, അല്ലെ? ഹോസ്പിറ്റൽസ് ആവാം, ക്ലിനിക്കുകളാവാം, മറ്റ് രീതിയിലുള്ള ഹെൽത്ത് കെയർ മേഖലയുമായി റിലേറ്റഡ് മറ്റേതൊരു സ്ഥാപനമാണെങ്കിലും അത്തരത്തിലുള്ള എല്ലാ ലാബുകളാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ ക്ലിനിക്കൽ സ്ഥാപനങ്ങളും കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് വേണം പ്രവർത്തിക്കാനായിട്ട്, അല്ലെ? അല്ലാതെ അവർക്ക് ഇഷ്ടമുള്ള പോലെ പ്രവർത്തിക്കാനൊന്നും പറ്റില്ല, അല്ലെ? അപ്പൊ ഈ രാജ്യത്തെ എല്ലാ തരത്തിലുമുള്ള ക്ലിനിക്കൽ സ്ഥാപനങ്ങളും അതിന്റെ രജിസ്ട്രേഷൻ, നിയന്ത്രണം മുതലായവ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നിയമമാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് ഈ ഒരു നിയമങ്ങളിലൂടെയും അവിടെ കൊടുക്കുന്ന, അതായത് ഈ ക്ലിനിക്കൽ സ്ഥാപനങ്ങളിൽ നിന്ന് കൊടുക്കുന്ന ആ ഒരു സൗകര്യങ്ങളായിക്കോട്ടെ, സേവനങ്ങളായിക്കോട്ടെ, അതിലെല്ലാം ഒരു പരിധി അല്ലെങ്കിൽ ഒരു നിലവാരം, ഒരു സ്റ്റാൻഡേർഡ് നിശ്ചയിക്കാനായിട്ട് ഈ നിയമം പറയുന്നുണ്ട്. ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഈ പറയുന്ന എല്ലാ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ ക്ലിനിക്കൽ സ്ഥാപനങ്ങളും ആ ഒരു മിനിമം സ്റ്റാൻഡേർഡ് നിർബന്ധമായിട്ടും പാലിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു നിലവാരം അല്ലെങ്കിൽ ആ ഒരു മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്താനായിട്ട് ഈ ഒരു നിയമം സഹായിക്കുന്നുണ്ട്. ഇത്തരത്തില് ഏതൊരു സ്ഥാപനമാണെങ്കിലും അക്രഡിറ്റേഷനിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഈ ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ആക്ടിന്റെ കീഴിൽ എന്ത് ചെയ്യാറുണ്ട്? എന്ത് ചെയ്തിരിക്കണം?
രജിസ്ട്രേഷൻ ചെയ്ത് ആ ഒരു നിയന്ത്രണങ്ങളും കാര്യങ്ങളും ആ ഒരു മിനിമം സ്റ്റാൻഡേർഡ്സ് ഒക്കെ നിലനിർത്തിയാൽ മാത്രമേ ആ ഒരു സ്ഥാപനത്തിന് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കാനായിട്ട് അനുമതി ഉണ്ടാവുള്ളൂ. രണ്ടാമത്തത് മനസ്സിലായോ? ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. ക്ലിയർ ആണോ? ഇതൊക്കെ എന്താണെന്നൊന്നും ചോദിക്കില്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിട്ട് മിസ് പറഞ്ഞു തന്നതാണ് കേട്ടോ. എന്തൊരു പോയിന്റ് വന്നാലും നമ്മളൊന്ന് ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കണ്ടേ, അത് വെറുതെ വായിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ അല്ലെ? ഓക്കെ അല്ലേ? സെക്കൻഡ് വൺ, ഫസ്റ്റ് വൺ ഉപഭോക്താക്കളുടെ സംരക്ഷണങ്ങൾ അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ്. രണ്ടാമത്തത് നമ്മുടെ രാജ്യത്തെ ഏതൊരു ക്ലിനിക്കൽ സ്ഥാപനമാണെങ്കിലും അതിന്റെ രജിസ്ട്രേഷൻ, അതിന്റെ നിയന്ത്രണം മുതലായവ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഒരു മിനിമം നിലവാരം കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടിയുള്ള ഒരു നിയമമാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? രണ്ടാമത്തെ ആക്ട് ഓക്കെ ആണോ? Then third one ആണ് ഇൻഷുറൻസ് കമ്പനി റെഗുലേഷൻ ആക്ട്. IRDA ആക്ട് എന്ന് പറയാറുണ്ട്. ഇൻഷുറൻസ് കമ്പനീസ് റെഗുലേഷൻ ആക്ട് അല്ലെങ്കിൽ IRDA ആക്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഇൻഷുറൻസ് കമ്പനീസ് റെഗുലേഷൻ ആക്ടില് ഇതിൽ എന്തായിരിക്കും പറയാ? എന്തായിരിക്കും? നമ്മുടെ ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനീസിന്റെ അല്ലെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട അതിന്റെ റെഗുലേഷൻസ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങളോ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ്. ഇവിടെ പോളിസി ഉടമകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിതമായ ഒരു നിയമം കൂടിയാണ് അല്ലെ? അപ്പൊ അങ്ങനെ പോളിസി ഉടമകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, ആ ഒരു ഇൻഷുറൻസ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുക, അതുപോലെ തന്നെ വളരെ ഫലപ്രദമായ രീതിയിൽ പരാതികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പരാതി പരിഹാര സംവിധാനങ്ങൾ നൽകുക, അതുപോലെ തന്നെ ഇപ്പൊ ക്ലെയിമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേഗത്തിൽ തീർപ്പാക്കുന്നത് ഉറപ്പുവരുത്തുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന നിയമമാണ് ഇൻഷുറൻസ് കമ്പനീസ് റെഗുലേഷൻ ആക്ട്. ഇതൊക്കെ നമ്മുടെ ക്ലിനിക്കൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മേഖലയുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് അല്ലെ? ഓരോ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങൾ, ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന നിയമങ്ങൾ തന്നെയാണ്. അപ്പൊ മൂന്നാമത്തെ നിയമം ഇൻഷുറൻസ് കമ്പനീസ് റെഗുലേഷൻ ആക്ട്. അത് ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളതൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാതെ ഇത് അങ്ങനെ എന്താണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അല്ലെങ്കിൽ എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നൊന്നും ഇവിടെ ചോദിക്കില്ല കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് ആണ് എംപാനൽമെന്റ് ബൈ CGHS, ECHS and corporate etc. എന്തായിരിക്കും എംപാനൽമെന്റ് എന്ന് പറഞ്ഞാൽ? എംപാനൽമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തിരഞ്ഞെടുക്കൽ പ്രക്രിയയാണ്. എന്തിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നതായിരിക്കും? അതിൽ ആ രണ്ട് പോയിന്റ്സിന്റെയും ഷോർട്ട് ഫോംസ് മാത്രമേ തന്നിട്ടുള്ളൂ. അതിന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്. അതൊന്നും നിങ്ങൾ എഴുതി വെച്ചേ. CGHS എന്ന് പറഞ്ഞാൽ എന്താണ്? CGHS? വെരി ഗുഡ്. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. നമ്മൾ ചെയ്ത് വെക്കാം, എഴുതി വെക്കാം കേട്ടോ. അതിന്റെ എക്സ്പാൻഡ് ഫോം എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതിൽ കൊടുത്തിട്ടില്ല, പക്ഷെ നമ്മൾ അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. CGHS. ടെക്സ്റ്റ് ഇല്ലാത്തവര് നോട്ടിലൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ടെക്സ്റ്റ് കിട്ടുമ്പോ ടെക്സ്റ്റിലേക്ക് എഴുതി വെച്ചാലും മതി, അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് അത് ഒരുമിച്ചിരുന്ന് നോക്കി പഠിച്ചാലും മതി. CGHS എന്താ? സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. ഓക്കെ, കഴിഞ്ഞോ? Then അടുത്തത് ECHS. എന്തായിരിക്കും ECHS? ECHS എന്താ? Ex-Serviceman Contributory Health Scheme. Ex-Serviceman Contributory Health Scheme. രണ്ടും എഴുതി വെക്കണേ. CGHS ഉം ECHS ഉം എഴുതി വെക്കണം കേട്ടോ. Ex-Serviceman Contributory Health Scheme. Ex-Serviceman Contributory Health Scheme. CGHS എന്താ? സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. കിട്ടിയോ? രണ്ടോ എഴുതിയോ? ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിട്ടുകളയരുത്. ഒന്നുകൂടെ പറയണം. CGHS എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. ECHS എന്ന് പറഞ്ഞാല് എക്സ് സർവീസ്മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം. എക്സ് സർവീസ്മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം. ക്ലിയർ ആയോ? കഴിഞ്ഞോ?
ഓക്കെ, അപ്പൊ അത് രണ്ടും എന്തായിരിക്കും പേരിൽ നിന്ന് തന്നെ അറിയാലോ. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം എന്ന് പറയുമ്പോ അത് നിങ്ങളെ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എന്തായിരിക്കും? സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാർക്ക് അല്ലെ, സെൻട്രൽ ഗവൺമെന്റിൽ നിലവിൽ വർക്ക് ചെയ്യുന്നവരാവാം, റിട്ടയർഡ് ആയിട്ടുള്ള സിവിലിയൻസ് ആവാം അല്ലെ. അതെ, പെൻഷനേഴ്സ്, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ്, പെൻഷനേഴ്സ്, അവരുടെ ഡിപ്പെൻഡൻസ് അല്ലെ. അതെ, അവരുടെ ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ ആശ്രിതർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്ത് സ്കീം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഹെൽത്ത് സ്കീമാണ് സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ആയിട്ട് ഇങ്ങനെയുള്ള ഹെൽത്ത് സ്കീമുകളൊക്കെ എല്ലാ ഹോസ്പിറ്റലിലും കിട്ടില്ല അല്ലെ. അവർ തിരഞ്ഞെടുക്കുന്ന ഹോസ്പിറ്റൽ, അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിൽ മാത്രമല്ലേ ആ സ്കീമുകൾ പ്രാവർത്തികമാവുള്ളൂ. ഒരു ഇൻഷുറൻസ് തന്നെ നിങ്ങൾ നോക്കിക്കോക്കേ, നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുന്നു, ആ ഇൻഷുറൻസ് ക്യാഷ്ലെസ് ആയിട്ട് എല്ലാ ഹോസ്പിറ്റലും ആ ലിസ്റ്റിൽ ഉണ്ടാവോ? ഉണ്ടോ? ഇൻഷുറൻസ് ഒക്കെ ഉള്ള ആളുകളുണ്ടോ? ചിലപ്പോ എല്ലാ ഹോസ്പിറ്റലും അതിൽ ഉൾപ്പെടണമെന്നില്ല അല്ലെ. അവര് തിരഞ്ഞെടുക്കുന്ന ഹോസ്പിറ്റലുകളാണ് സാധാരണയായിട്ട് ആ ഒരു ലിസ്റ്റിൽ ഉണ്ടാവുന്നത്. മറ്റതാണെങ്കിൽ നമ്മൾ റീഇംബേഴ്സ്മെന്റിന് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. എന്താ റിപ്ലൈ ഇല്ലാത്തേ? ഇൻഷുറൻസ് ഒക്കെ അങ്ങനെയല്ലേ. അതുപോലെ തന്നെ ഈ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമിലും ഇതേ രീതിയിൽ തന്നെയാണ്. എല്ലാ ഹോസ്പിറ്റലിലും ഈ ഒരു സ്കീം നിലവിലില്ല. അതിനവരുടെ നല്ല നല്ല ഹോസ്പിറ്റലുകളെ തിരഞ്ഞെടുത്തിട്ടാണ് ഈ ഒരു സ്കീം ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനും പെൻഷനേഴ്സിനും അവരുടെ ഡിപ്പെൻഡൻസിനും നൽകുന്നത്. അതുപോലെ തന്നെയാണ് ECHSന്റെ കാര്യം. അപ്പൊ ഒരു ECHS എന്താ? എക്സ് സർവീസ്മാൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം. ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? സ്പെസിഫിക്കലി റിട്ടയർഡ് ആയിട്ടുള്ള ഇപ്പൊ മിലിറ്ററി, അതുപോലെ തന്നെ മിലിറ്ററിയിൽ നിന്ന് അല്ലെ, മിലിറ്ററി ജീവനക്കാരൻ, അത്തരത്തിലുള്ള ഇപ്പൊ ആർമി, നേവി, അതുപോലെ തന്നെ എയർഫോഴ്സ്, ഇങ്ങനെയുള്ള ഇവിടെ നിന്നൊക്കെ റിട്ടയർഡ് ആയിട്ടുള്ളവർ അവരുടെ ഡിപ്പെൻഡൻസ് ആശ്രിതർക്ക്, അതെ, അവർക്കൊക്കെ ക്യാഷ്ലെസ് ആയിട്ടുള്ള മെഡിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇത്തരത്തില് ഉള്ള സ്ഥാപനം ഈ ഒരു സ്കീമിന്റെ കീഴിൽ കിട്ടും. ഇവിടെയും അവർ സെലക്ട് ചെയ്ത ഹോസ്പിറ്റൽസിലല്ലേ കൊടുക്കാം അല്ലെ. എല്ലാ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടില്ലല്ലോ. നല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നല്ല നല്ല ഹോസ്പിറ്റലുകൾ അവർ ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ നമ്മള് ഇവിടെ പഠിക്കാൻ പോകുന്നത് ഈ CGHS ആണെങ്കിലും ECHS ആണെങ്കിലും നല്ല നല്ല ഹെൽത്ത് സ്കീമുകളാണ്. അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു സ്കീം തന്നെയാണെന്നില്ല, ഒരു ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട നല്ല നല്ല പോളിസികളും സ്കീമുകളും ഉണ്ട്. അത്തരത്തിലും ഒരു സ്ഥാപനത്തിന് എംപാനൽമെന്റ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഈ ഒരു ലിസ്റ്റിലേക്ക് ഒരു ഹോസ്പിറ്റലെ തിരഞ്ഞെടുക്കണമെങ്കിൽ അവിടെയും ഈ അക്രഡിറ്റേഷൻ ബാധകമാണോ? ആണ്. അക്രഡിറ്റേഷൻ ഒരു മാനദണ്ഡമാവുന്നുണ്ടോ? ആലോചിച്ച് നോക്കിയേ, ഉണ്ടോ? എപ്പോഴും ഇത്തരത്തിലുള്ള സ്കീമിലേക്ക് എപ്പോഴും എങ്ങനെയുള്ള ഹോസ്പിറ്റലെ സെലക്ട് ചെയ്യാം? എങ്ങനെയുള്ള ഹോസ്പിറ്റലെ ആയിരിക്കും സെലക്ട് ചെയ്യാം? നല്ല ട്രീറ്റ്മെന്റും നല്ല സർവീസും കെയറും കൊടുക്കുന്ന നല്ല ഹോസ്പിറ്റലിനെ സെലക്ട് ചെയ്യുള്ളൂ അല്ലേ? അതെ. അപ്പൊ സ്വാഭാവികമായിട്ടും അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ആയിരിക്കില്ലേ അവിടെ കൂടുതലായിട്ടുള്ള ഒരു പ്രയോറിറ്റി കിട്ടുന്നത്? ആയിരിക്കില്ലേ? അതെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു അക്രഡിറ്റഡ് സ്ഥാപനമാണെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള സ്കീമുകളിലേക്ക് ആ ലിസ്റ്റിലേക്ക് ഉൾപ്പെടാനായിട്ട് ഇവർക്ക് എന്തുണ്ട്? കുറച്ചുകൂടി മുൻഗണന ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള സ്കീമുകളിലേക്ക് ഉൾപ്പെടണമെങ്കിൽ ഇപ്പോ നാബിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ചെയ്യാം. ഇപ്പൊ ആപ്ലിക്കേഷൻ നമുക്ക് നാബ് ഓഫീസിലേക്ക് ഈ ഒരു എംപാനൽമെന്റിലേക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കണമെങ്കിൽ നാബിന്റെ ഒക്കെ ആ ഒരു ഓഫീസിലേക്ക് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ, ഡോക്യുമെന്റ്സും ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ആപ്ലിക്കേഷൻ ഫോമൊക്കെ തയ്യാറാക്കി നമുക്ക് ആ ഒരു ഫെസിലിറ്റിയിലേക്ക് വേണ്ട ബെഡ് സ്ട്രെങ്തും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെന്റും കാര്യവും തയ്യാറാക്കി ഈ എംപാനൽമെന്റിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. അതില് ആ അപ്ലൈ ചെയ്ത ഹോസ്പിറ്റലിൽ നിന്ന് അവർ ഈ ഒരു ലിസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കുന്നത് വളരെ ചുരുക്കം ഹോസ്പിറ്റലേ ആയിരിക്കും. ആ ഹോസ്പിറ്റൽ എന്ന ഇതിലേക്ക് ഇവർ ഉൾപ്പെടണമെങ്കിൽ ഈ അക്രഡിറ്റേഷൻ കൂടി ഒരു ഹെൽപ്ഫുൾ ആവുന്നുണ്ട്, ഈ ബെനിഫിഷ്യൽ ആവുന്നുണ്ട്. അപ്പൊ അക്രഡിറ്റേഷൻ ഉണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കായിരിക്കും കൂടുതൽ ചാൻസുകൾ കിട്ടുക. അതിപ്പോ ഏതൊരു കോർപ്പറേറ്റുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും ഹെൽത്ത് സ്കീം ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം ആയിക്കോട്ടെ, എക്സ് സർവീസ്മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഇൻഷുറൻസ് പോളിസിയുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട ഹെൽത്ത് സ്കീമുകൾ ആയിക്കോട്ടെ, അങ്ങനെ ഏതിലേക്കും അതിനെ തിരഞ്ഞെടുക്കാനായിട്ട് ഈ ഒരു അക്രഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ?
മനസ്സിലായോ? ഇത് അപ്പൊ അതിന്റെ രണ്ടിന്റെയും എക്സ്പാൻഡഡ് ഫോം നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണേ. അത് ചോദിക്കാനുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. CGHSന്റെയും ECHSന്റെയും എക്സ്പാൻഡഡ് ഫോംസ് ചോദിക്കാറുണ്ട്. എന്തിനെ സ്റ്റാൻഡ് ചെയ്യുന്നു എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യാം കേട്ടോ. പിന്നെയും മിസ് പറയുന്നത് ചോദിക്കാറുണ്ട്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്. അടുത്തത് കമ്മ്യൂണിറ്റി അവയർനെസ് ആൻഡ് റെസ്പോൺസ്. എന്തായിരിക്കും? ഒരു അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് ശരിയായിട്ട് ഇപ്പൊ നമ്മൾ ഓൾറെഡി അക്രഡിറ്റേഷൻസ് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ഓരോ സ്റ്റാൻഡേർഡ്സ് പഠിക്കുന്നുണ്ട്. പേഷ്യൻസിന്റെ റൈറ്റ്സ്, എഡ്യൂക്കേഷൻ, അല്ലെ? ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന കാര്യം അല്ലെ? ഈ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരെ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിറ്റി ലെവൽ ഓഫ് നോളജ്, അതുപോലെ തന്നെ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് മുതലായ കാര്യങ്ങളെ കുറിച്ച്, ഒരു പർട്ടിക്കുലർ ഇഷ്യൂയെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഒരു പേഷ്യൻസുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിൽ അവരുടെ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചോ, അല്ലെങ്കിൽ ആ പേഷ്യൻസ് അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകളെ കുറിച്ചും മറ്റു പ്ലാനുകളെ കുറിച്ചും ആയിക്കോട്ടെ, ഒരു എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ അവർക്ക് കുറെ കിട്ടുന്ന അവകാശങ്ങൾ അത് നമ്മൾ സംരക്ഷിക്കേണ്ടത്. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള അവയർനെസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻസ് അവർക്ക് നൽകേണ്ടതായിട്ടുണ്ട്. അവരുടെ ആ ഒരു നോളജ് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനും അവർക്ക് ഓരോ കാര്യങ്ങളെ കുറിച്ചുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൂട്ടാനും അവർക്ക് നല്ലൊരു ഏതൊരു പ്രോബ്ലം വന്നാലും നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ളൊരു സപ്പോർട്ട് കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അവയർനെസ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാം? അവരുടെ പ്രോബ്ലംസിനനുസരിച്ച് ശരിയായ രീതിയിൽ റെസ്പോൺസ് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം? പ്രതികരണങ്ങൾ നമ്മുടെ രീതിയിൽ നൽകുക എന്നതും ഇതിൽ വരും. കമ്മ്യൂണിറ്റി അവയർനെസ് ആൻഡ് റെസ്പോൺസ് പറഞ്ഞാൽ ഇത്തരമാത്ര പേഷ്യൻസിന്റെ റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻസ് ആണ് പ്രധാനമായിട്ടും അവിടെ മുൻഗണന കൊടുക്കുന്നത്. അവർക്ക് കൃത്യമായിട്ടുള്ള നോളജും അണ്ടർസ്റ്റാൻഡിങ്ങും വരുത്തുക. അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പൊതുവായിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടായിരിക്കും അതിനെങ്ങനെ പ്രിവെന്റ് ചെയ്യാം, എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം, എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടും നോളജും അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഇഷ്യൂവിന് പല പല കാര്യങ്ങളിലൂടെ അവർക്ക് നല്ലൊരു അവയർനെസ്സും എഡ്യൂക്കേഷൻസും പ്രൊവൈഡ് ചെയ്യാം. പ്രോപ്പർ ആയിട്ട് കൃത്യമായിട്ട് അവർക്ക് ഇൻഫർമേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുകയും അതിനനുസരിച്ച് അവർക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കണ്ടിന്യൂറ്റി ഒക്കെ കൊടുക്കാനും ശ്രമിക്കാം. ഇത്രയും ഡ്രൈവിംഗ് ഫാക്ടേഴ്സ് ഫോർ അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് പ്രേരണ നൽകുന്ന, അല്ലെങ്കിൽ ഒരു അക്രഡിറ്റേഷന് വേണ്ടി പ്രേരണ നൽകുന്ന എന്താണ് ഡ്രൈവിംഗ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇത് ഏതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നതെന്ന് ചോദിക്കാം. 2 ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ, 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ഫാക്ടേഴ്സ് ഫോർ അക്രഡിറ്റേഷൻ ഉൾപ്പെടുന്നവ ഏതെല്ലാം, അതിൽ ഉൾപ്പെടുന്ന ഫാക്ടേഴ്സ് ഏതെല്ലാം എന്ന് ചോദിക്കാം. അപ്പൊ അതിൽ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ CGHSന്റെയും ECHSന്റെയും എക്സ്പാൻഡഡ് ഫോംസ് ആണ് ചോദിക്കാൻ. ക്ലിയർ ആണോ ഈ ഭാഗം? ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ഇത്രയും പറഞ്ഞത്. അല്ലാതെ വെറുതെ നമ്മൾ പഠിച്ചു പോയിട്ട് കാര്യമില്ല. എന്താണെന്നുള്ള ഒരു പോയിന്റ് പറയുമ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കണ്ടേ. എന്നാൽ മാത്രമല്ലേ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഈ ഒരു ടേം കാണുമ്പോൾ അത് ഇന്നതാണെന്ന് മനസ്സിലാവണമല്ലോ. അപ്പൊ വേഗം ഒന്ന് വായിച്ചു നോക്കി, അതിനുശേഷം ബാക്കി പോവാം. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. കഴിഞ്ഞു. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവല്ലോ. ഓക്കെ അല്ലേ? ശരി. Then why accreditation? എന്തിനാണ് അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ അക്രഡിറ്റേഷൻ എടുക്കുന്നത്? നോക്കിയേ, ensuring quality index for health consumers.
ആരോഗ്യ ഉപഭോക്താക്കൾക്ക് ഒരു എന്താണ് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട ഒരു സൂചിക അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അതുപോലെ a rising number of hospitals in India are turning to accreditation agencies worldwide to both standardize their protocol and protect their international quality of health care delivery. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം മുമ്പത്തേക്കാളും ഒരുപാട് ഹോസ്പിറ്റൽസ് നമ്പേഴ്സ് അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു പോകാനായിട്ട് ആരംഭിച്ചു. അപ്പൊ മുൻപ് അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റലുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ കുറെ അധികം റൈസിംഗ് നമ്പർ ഓഫ് ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ ആർ ടേണിംഗ് ടു അക്രഡിറ്റേഷൻ വേണം എന്ന ആ ഒരു താല്പര്യത്തോടുകൂടി അക്രഡിറ്റേഷൻ ഏജൻസിയെ സമീപിക്കാനും ടു ബോത്ത് സ്റ്റാൻഡർഡൈസ് ചെയ്ത പ്രോട്ടോകോൾ അവരുടെ പ്രോട്ടോകോൾസ് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ നിലവാരമുള്ളതാക്കുക, അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഡെലിവറി ആരോഗ്യ പരിചരണ വിതരണ സംവിധാനങ്ങളുടെ ആ ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം പ്രൊട്ടക്ട് ചെയ്യാൻ സംരക്ഷിക്കുക, അതിനനുസരിച്ച് അവരുടെ സ്റ്റാൻഡേർഡ്സ് ഓഫ് പ്രോട്ടോകോൾസിന്റെ ആ ഒരു നിലവാരം സ്റ്റാൻഡർഡൈസ് ചെയ്യുക മുതലായ കാര്യങ്ങളാണ് അവർ പ്രധാനമായിട്ടും മുൻഗണന കൊടുക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ഹോസ്പിറ്റൽ ഇപ്പോ അക്രഡിറ്റേഷൻ ഏജൻസിയെ സമീപിക്കാനും അവർ കൃത്യമായ സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ട് അക്രഡിറ്റഡ് ആവാനും ശ്രമിക്കുന്നുണ്ട്. അട്രാക്ട് ഫോറിൻ പേഷ്യൻസ്, ഇതൊക്കെ പ്രധാനമായിട്ടും എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയാ? ഫോറിൻ ആയിട്ടുള്ള പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യാൻ ഇത് സഹായിക്കും. നമ്മുടെ രാജ്യത്തുള്ള പേഷ്യൻസിനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും ഇല്ലേ? ഹെൽപ്പ് ചെയ്യോ? ഹെൽപ്പ് ചെയ്യോ? ഒരു മെഡിക്കൽ ടൂറിസം അല്ലെ, പ്രധാനമായിട്ട് മെഡിക്കൽ ടൂറിസത്തിന് വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് ഈ ഒരു ഹോസ്പിറ്റലിനെ ആ ഒരു റെപ്യൂട്ടേഷനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ മറ്റ് എന്താണ് പേഷ്യൻസിനെ ആണെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അല്ലെ. ദെൻ ക്വാളിറ്റി അഷുറൻസ് ഹെൽപ്പ് ഇംപ്രൂവ് എഫക്റ്റീവ്നെസ് efficiency and in-cost containment and accountability and the need to reduce error and increase safety in the system. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ക്വാളിറ്റി അഷുറൻസ് അല്ലെങ്കിൽ ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞാൽ അതിലൂടെ ആ ഹോസ്പിറ്റലിന്റെ എല്ലാ തരത്തിലുള്ള എല്ലാ വശങ്ങളിലെയും പ്രവർത്തനങ്ങളുടെ എഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി ആയിക്കോട്ടെ, കാര്യക്ഷമതയായിക്കോട്ടെ, ആ ഒരു കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ചിലവ് നിയന്ത്രിക്കുന്നതായിക്കോട്ടെ, അതുപോലെ ആ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി ഉത്തരവാദിത്തം, അതുപോലെ തന്നെ നീഡ് ടു റെഡ്യൂസ് എറേഴ്സ്, പല സ്ഥലങ്ങളിലുമുള്ള പല വശങ്ങളിലുമുള്ള ആ എറേഴ്സ് അല്ലെങ്കിൽ പിശകുകൾ കുറച്ചു കൊണ്ടുവരാനും റെഡ്യൂസ് increase safety in the system എന്താ ആ ഒരു സംവിധാനത്തിലെ സുരക്ഷ ഉറപ്പുവരുത്താനും നമുക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഒന്നാമത് ഒരു ഹെൽത്ത് കൺസ്യൂമേഴ്സിന്റെ ഒരു അക്രഡിറ്റേഷനിലൂടെ നമുക്ക് ആരോഗ്യ ഉപഭോക്താക്കളുടെ ഇടയിൽ ഒരു ഗുണനിലവാര സൂചിക ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഹോസ്പിറ്റൽ ഇപ്പൊ അക്രഡിറ്റേഷൻ ഏജൻസിയെ സമീപിച്ചുകൊണ്ട് അക്രഡിറ്റേഷന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അതിലൂടെ അവരുടെ സ്റ്റാൻഡേർഡ്സ് ഓഫ് പ്രോട്ടോകോൾസ് സ്റ്റാൻഡർഡൈസ് ചെയ്യുക മാത്രമല്ല, അവർ കൊടുക്കുന്ന ഒരു ഹെൽത്ത് കെയർ ഡെലിവറിയുമായി ബന്ധപ്പെട്ട ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി അന്താരാഷ്ട്ര ഗുണനിലവാരം പ്രൊട്ടക്ട് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അതിലൂടെ ഒരുപാട് ഫോറിൻ പേഷ്യൻസിനെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ക്വാളിറ്റി അഷ്വർ ചെയ്യുക അല്ലെങ്കിൽ ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ നൽകുന്ന എല്ലാ സർവീസുകളുടെയും എല്ലാ വശങ്ങളിലുമുള്ള ഒരു കാര്യക്ഷമത, ഫലപ്രാപ്തി, ചിലവ് നിയന്ത്രണം, അതുപോലെ ഉത്തരവാദിത്തങ്ങൾ, അതുപോലെ പല ഇടങ്ങളിലെയും പിശകുകൾ കുറച്ചു കൊണ്ടുവരാനും സേഫ്റ്റി വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനും നമുക്ക് ഇതിലൂടെ സാധിക്കും. ഇത്രയും വരെ ഇവിടെ നിന്നാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഭാഗം കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ വരെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.